വന്ന ഒരു സാധനമാണ്. നാട്ടിൽ നിന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെൻ്റെ വീട്ടിൽ നിന്ന് അയച്ചതാണ്. അല്ല, വീട്ടിൽ നിന്ന് ഒന്നുമല്ല. പകരം ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണിത്. അതായത് എന്താ പറയാ, കുറച്ച് നാളായിട്ട് ഇങ്ങനെ വാങ്ങണം എന്ന് ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് ഇട്ടിരുന്ന ഒരു ഐറ്റമാണ്. എന്താണെന്ന് അറിയാൻ നിങ്ങൾ എക്സൈറ്റഡ് ആണ്. എന്തായാലും അതിന് ഞാൻ ടൈം കളയുന്നില്ല. പാക്കേജ് ഈസ് ടു നൈസ്. നോക്ക്, എനിക്ക് തന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ത്യയിൽ നിന്നും വന്ന പാക്കേജാണ്. ഫ്രം ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് കൊറിയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഫുഡ് ഐറ്റം എന്തെങ്കിലും ആണോ, അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അല്ല, ഇത് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ വാങ്ങണം എന്ന് കരുതിയ ഒരു ഐറ്റമാണ്. അത് ഞാൻ ഇത്തവണ വാങ്ങുന്നുണ്ടാവും. ബിക്കോസ് എന്താ പറയുക, നാട്ടിൽ നിന്ന് വരുന്നതാണല്ലോ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് ചാർജ് ഇവിടെ വരുമ്പോൾ കൂടുതലാണ്. ഞാൻ വാങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ പിന്നീട് എൻ്റെ മൈൻഡ് അനുവദിച്ചില്ല. അപ്പം വിചാരിച്ചു വാങ്ങിച്ചേക്കാം എന്ന്. സോ അൺബോക്സ് ചെയ്ത് നോക്കാം. ആൻഡ് നിങ്ങൾ ഇത്രയും വലിയ പാക്കേജ് കാണുമ്പോൾ ഇതിൽ എന്തോ ഒരു ആന സാധനമാണെന്ന് വിചാരിക്കും. പക്ഷെ ആന സാധനമൊന്നും അല്ല. ബട്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു സാധനമാണ്. ആൻഡ് ഇതെന്താ പറയുക, ഇത് നമ്മുടെ ടാക്സിൻ്റെ കാര്യങ്ങളും, ഞാൻ എന്തായാലും നാട്ടിൽ നിന്നാണല്ലോ വരുത്തിയത്, അപ്പോൾ അതിന് വേണ്ടി വന്ന ടാക്സ് കാര്യങ്ങൾ എല്ലാമുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻവോയ്സാണിത്. ദെൻ നമുക്ക് നമ്മുടെ സ്ട്രൈറ്റ് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് പോകാം. ആൻഡ് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഇതെന്താണ് സംഭവം എന്നുള്ളത്. ആക്ച്വലി ഇത് അലീസിയ സോസിയുടെ ഒരു പ്ലാനറാണിത്. ശരിക്കും ഞാൻ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു പ്ലാനർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൽ ഞാൻ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ആ പ്ലാനർ എന്നുള്ളത്. സോ ഞാൻ വിചാരിച്ചു ആ അബദ്ധം അങ്ങ് മാറ്റിയേക്കാം. ആൻഡ് ഇതിൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു.